രോഗികളെ നിത്യവേദനയിലാഴ്ത്തുകയാണ് ചില രോഗങ്ങളുടെ അവതാര ലക്ഷ്യം എന്ന് തന്നെ പറയാം. ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയാണിത്. പ്രത്യേകിച്ച് മധ്യവയസ്സ് മുതൽ വാർദ്ധക്യം വരെ കൂടെ കൂടുന്ന ചില വേദനകൾ രോഗികൾക്ക് നൽകുന്നത് ചില്ലറ കഷ്ടപ്പാടല്ല. ജീവൻ എടുക്കില്ലെങ്കിലും ജീവൻ പോകുന്ന വേദനയാണ് ഇത്തരം രോഗങ്ങൾ രോഗികൾക്ക് നൽകുന്നത്. ഗുഡ് ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആർത്രൈറ്റിസ് അഥവാ അസ്ഥികളുടെ തേയ്മാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഗുഡ് ലൈഫിൽ. മുമ്പ് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ കണ്ടിരുന്ന ഈ രോഗം ഇപ്പോൾ എല്ലാ പ്രായക്കാരിലും സാധാരണമാണ്. ഇതോടുകൂടി പുതിയ ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലേക്ക് ആർത്രൈറ്റിസ് കടന്നുകൂടിയിട്ടുണ്ട്. ദീർഘകാല ചികിത്സ വേണ്ടിവരുന്ന രോഗമാണ് ആർത്രൈറ്റിസ്. സന്ധികളിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളെ സൂചിപ്പിക്കാനാണ് ആർത്രൈറ്റിസ് എന്ന പദം ഉപയോഗിക്കുന്നത്. ആർത്രൈറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സന്ധികളിലെ വീക്കം എന്നാണ്. പനി പോലെ തന്നെ ആർത്രൈറ്റിസും ഒരു രോഗലക്ഷണമാണ്. വിവിധ സന്ധിരോഗങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഇത്. ഏതാണ്ട് 200ഓളം രോഗങ്ങളുടെ ലക്ഷണമായി ആർത്രൈറ്റിസ് വരാം. ഈ രോഗങ്ങളുടെ എല്ലാം ലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരു വിദഗ്ധന്റെ പരിശോധനയിലൂടെ മാത്രമേ രോഗിയെ ബാധിച്ചിരിക്കുന്നത് ഏത് ആർത്രൈറ്റിസ് ആണെന്ന് തിരിച്ചറിയാനാകൂ. കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന ആർത്രൈറ്റിസുകൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസുമാണ്. ഇതുകൂടാതെ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഹ്യൂമാറ്റിക് ആർത്രൈറ്റിസ്, സിസ്റ്റമാറ്റിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, ഗൗട്ട് തുടങ്ങി വേറെയും ആർത്രൈറ്റിസുകളുണ്ട്. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് നമ്മുടെ സമൂഹത്തിലെ 1/4 ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. വാർദ്ധക്യത്തിലാണ് കൂടുതലായിട്ടും സന്ധിവാതം കാണുന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും കുട്ടികളിലും യുവാക്കളിലും ഇത് കാണുന്നത് വിരളമല്ല. സന്ധിവാതം കാരണം അംഗവൈകല്യവും രൂപവൈകൃതവും സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. പ്രത്യേക കാരണമൊന്നുമില്ലാതെ വിവിധ തരം സന്ധികളിൽ, പേശികളിൽ, പേശികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ടെൻഡൻസ്, ലിഗമെൻറ്റ്സ് തുടങ്ങിയ അവയവങ്ങളിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ തന്നെ നീർക്കെട്ടുണ്ടാവുന്ന അവസ്ഥയാണ് സന്ധിവാത രോഗങ്ങൾ എന്ന് പറയുന്നത്. അസ്ഥി തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദനയുടെ സ്വഭാവം ഒന്നാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരിൽ കണ്ടുവരുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നടുവേദനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സന്ധിവാത രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രായം കൂടിയവരിലും സ്ത്രീകളിലുമാണ് ഇത് കണ്ടുവരുന്നത്. പൊതുവെ വ്യാപകമായി കാണുന്ന സന്ധിവാത രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധി തേയ്മാനം. പ്രായമായവരിലാണ് സന്ധി തേയ്മാനം ഉണ്ടാകുന്നത്. സന്ധികൾക്കുള്ളിൽ എല്ലുകളെ പൊതിഞ്ഞുള്ള തരുണാസ്ഥിക്ക് തേയ്മാനമുണ്ടാകുമ്പോൾ വേദനയുണ്ടാകും. ശരീരഭാരം താങ്ങുന്ന സന്ധികൾ, കാൽമുട്ടുകൾ, കണങ്കാലിലെ സന്ധികൾ, ഇടുപ്പിന്റെ സന്ധികൾ, നട്ടെല്ലിന്റെ കശേരുക്കളുടെ സന്ധികൾ തുടങ്ങിയവയിൽ വേദനയും വീക്കവും ഉണ്ടാകും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള രോഗികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന ഉണ്ടാകില്ല. എന്നാൽ നടക്കുകയോ ജോലി ചെയ്യുമ്പോഴോ കടുത്ത വേദന ഉണ്ടാകും. 2 അസ്ഥികൾ തമ്മിൽ യോജിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മളൊരു സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ധികളിൽ അസ്ഥികളെ ആവരണം ചെയ്തുകൊണ്ട് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്നൊരു ഭാഗമുണ്ട്. ഇതൊരു ഷോക്ക് അബ്സോർബർ പോലെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സന്ധികളെ മൂവ്മെൻറ്റ് സ്മൂത്താക്കാൻ വേണ്ടി ഈ കാർട്ടിലേജ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിലൂടെ അടുക്കുന്ന സമയത്ത് ഈ കാർട്ടിലേജിന് തേയ്മാനം വരുമ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന ഈ സന്ധിരോഗം ആരംഭിക്കുന്നു. ഒബിസിറ്റി ഹോൾഡ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓസ്റ്റിയോപോറോസിസ് ആസ് വെൽ ആസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. നമ്മളുടെ അമിതമായിട്ടുള്ള വണ്ണം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റഡ് ആവുന്നത് തന്നെ നീ ജോയിൻ്റ് ആണ്. സാധാരണയായി കാണുന്നത് കാൽമുട്ട് വേദനയായിട്ടാണ്. അത് ചിലപ്പോൾ ഒരു കാലിനും മാത്രമായിരിക്കും തുടങ്ങുക. ചില ആൾക്കാരിൽ 2 കാലിലും ഒരുമിച്ചും കാണാറുണ്ട്. കാലിൽ നല്ല നീരും വീക്കവും അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും, പടപട ഒരു സൗണ്ട് ഉണ്ടാവും സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത്. നിലത്ത് കുത്തിയിരിക്കുമ്പോഴും പടിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് സാധാരണയായിട്ട് വേദന ഉണ്ടാവുക. നമ്മൾ നടക്കുമ്പോൾ വേദന കൂടും, വിശ്രമിക്കുമ്പോൾ വേദന കുറയും. അപ്പോൾ ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അമിതവണ്ണമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായും ഇതിന് ഇറ്റ്സ് ഹൈ ടൈം ടു റെഡ്യൂസ് യുവർ ബോഡി വെയ്റ്റ്. മുട്ടിൻ്റെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക,
ചില തേയ്മാനം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ പ്രോഗ്രസ് തടയാൻ പറ്റും. അമിതവണ്ണമുള്ളവർ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് സോഡിയം വളരെയധികം കുറയ്ക്കണം. അതായത് ഉപ്പിൻ്റെ അംശം നിങ്ങളുടെ ഭക്ഷണത്തിന് വളരെയധികം കുറയ്ക്കണം. അതോടൊപ്പം തന്നെ നിറയെ ഇലക്കറികൾ കഴിക്കുക. അതുപോലെ നിറയെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡയറ്റ് കൂടുതൽ ശ്രദ്ധിക്കുക. അത് തീർച്ചയായും നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം കൂവരകാണ്. കൂവരകിനകത്ത് നിങ്ങളെല്ലാവരും ആലോചിക്കും പാലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം എന്ന്. ഒരിക്കലുമല്ല, 4 ഇരട്ടിയിലധികം കാൽസ്യം ഉള്ളതാണ് കൂവരക്. അതോടൊപ്പം തന്നെ എപ്പോഴും മുളപ്പിച്ച പയർ, കടല, മുതിര വർഗ്ഗങ്ങൾ നമ്മുടെ ഭാഗത്തിൻ്റെ ഭാഗമാക്കണം. നെല്ലിക്ക, മുരിങ്ങയില, പയർ, കടല മുളപ്പിച്ചത്, അതുപോലെ ഗോതമ്പ്, പിന്നെ അത്യാവശ്യം മീൻ വർഗ്ഗങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക, റെഗുലറൈസ് ചെയ്യുക. ആമവാദം അഥവാ റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് സന്ധികളെ ബാധിക്കുന്ന മറ്റൊരു ഗുരുതരമായ രോഗം. സന്ധികൾക്കുള്ളിലെ എല്ലുകളെ പൊതിയുന്ന ആവരണത്തിനുണ്ടാകുന്ന നീർക്കെട്ടാണ് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം. സന്ധികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഹൃദയം, വൃക്ക, ശ്വാസകോശം എന്നീ അവയവങ്ങളിലേക്കും ഈ രോഗം പടരാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ളത് മുഖ്യമായും സന്ധികളെ ബാധിക്കുന്ന രോഗമാണ്. കൈക്കാൽ ചെറിയ സന്ധികൾ മുതൽ ഇടുപ്പ്, മുട്ട് തുടങ്ങി വലിയ സന്ധികളിൽ വരെ ഏത് വിധേനയും ബാധിക്കാൻ സാധ്യതയുള്ള രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. എല്ലുകളെ പൊതിയുന്ന സൈനോവിയൽ സ്തരത്തിലുണ്ടാകുന്ന നീർക്കെട്ടാണ് ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. കാലക്രമേണ തരുണാസ്ഥികളെയും സന്ധികളെയും ബാധിച്ച് വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടാം. അപൂർവം ചിലരിൽ ഇത് ഹൃദയം, വൃക്ക, ശ്വാസകോശം, കണ്ണ് എന്നിവയെ ബാധിക്കാം. ചെറുപ്പക്കാരിലും ഈ രോഗം വ്യാപകമാണ്. സ്ത്രീകളിലാണ് കൂടുതലായും രോഗം കണ്ടുവരുന്നത്. തുടക്കത്തിൽ വേദന, നീര്, ചുമന്ന് വീർത്ത് വരിക, പുലർച്ചെ സന്ധികൾ മടക്കുവാൻ നിവർത്തുവാൻ ഭയങ്കരമായി മുറുക്കം തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണുക. തുടക്കത്തിൽ തന്നെ 4 അതിലധികമോ സന്ധികളിൽ പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ക്രമേണ ആ സന്ധികളെ കവർ ചെയ്യുന്ന, ആവരണം ചെയ്യുന്ന കാർട്ടിലേജ് തേഞ്ഞു പോവുകയും സന്ധികൾക്ക് വൈകല്യം വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. സന്ധി വൈകല്യം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു മാറ്റിയെടുക്കുക ദുഷ്കരമാണ്. പലപ്പോഴും നമുക്ക് ഓർത്തോ അല്ലെങ്കിൽ സർജറി വിഭാഗത്തിൻ്റെ സഹായം ആവശ്യം വരും ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ. റുമാറ്റിക് ആർത്രൈറ്റിസ് ഇവഞ്ച്വലി ബിക്കംസ് എ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് ഒരു രീതിയിൽ നമുക്ക് പറയാം. എങ്കിൽ കൂടിയും അല്ലാതെയും പല ലേഡീസിനും ഇത് കാണുന്നുണ്ട്. ഒരു ഉദാഹരണം, ചിക്കൻ ഗുനിയ വന്ന ലേഡീസിന് വളരെയധികമായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പരിശോധിക്കുന്ന സമയത്ത് ESR വളരെ കൂടുതലാണ്. അതോടൊപ്പം ASO ടൈറ്റർ, RI ഫാക്ടർ, CRP ഇവയെല്ലാം തന്നെയും വളരെ കൂടുതലായിട്ട് ഈ ലേഡീസിൻ്റെ ബ്ലഡിൽ കാണുന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണുങ്ങൾക്ക് വളരെ തുലവും കുറവാണ്. സന്ധികളെ കൂടാതെ കണ്ണ്, ത്വക്ക്, ശ്വാസകോശം, നെർവുകൾ, നാഡികൾ തുടങ്ങിയവ അവയവങ്ങളെയും ആമവാദത്തിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അസുഖത്തിൻ്റെ ദൈർഘ്യം കൂടും തോറും അസുഖം സന്ധികളിൽ പുറത്തേക്ക് കടക്കുകയും ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യാറുണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷൻ ശരിയായിട്ട് നടക്കാതെ വരുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വളരെ കൂടുകയും അത് നമ്മളുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ കാണുകയും അതാണ് നമ്മൾ അതിനാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അതായത് തൈറോക്സിൻ ടാബ്ലറ്റ് എടുത്തേ പറ്റൂ. കാരണം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയാം. ഡെഫിനറ്റ്ലി ഇതെല്ലാം തന്നെയും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൻ്റെ ഒരു ഭാഗമായിട്ട് അത് എക്സിബിറ്റ് ചെയ്യുന്നതാണ്, ബ്ലഡിൽ എക്സിബിറ്റ് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെ തൈറോക്സിൻ ഉണ്ട്, പക്ഷേ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഡീഫോംഡ് ആയിട്ടുള്ളതാണ്. അതായത് അതിൻ്റെ ഫങ്ഷൻ ഇല്ലാത്ത ഒരു തൈറോക്സിനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോർമലായിട്ടുള്ള തൈറോക്സിൻ
കൊടുക്കേണ്ടി വരുന്നത്. കൈ, കാല് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ജോയിൻസിനാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. രാവിലെ എണീക്കുമ്പോഴുള്ള സ്റ്റിഫ്നെസ് ഓഫ് ജോയിൻസ്, അതുപോലെ തന്നെ ഭയങ്കര അമിതമായ ക്ഷീണം, ശരീരത്തിനകത്ത് വെള്ളം കെട്ടി നിൽക്കുക, വീർക്കുക, ഇവയൊക്കെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്കുള്ള അത് ഇറ്റ് ക്യാൻ എഫക്റ്റ് ഓൾ ദ ജോയിൻസ്. ബോഡിക്കകത്ത് ഇൻറ്റേർണൽ സിസ്റ്റം ഈസ് ഗെറ്റിംഗ് അബ്സല്യൂട്ട്ലി അബ്രപ്റ്റഡ് ആൻഡ് ഇവിടെ ഒരു ആസിഡിക് മീഡിയത്തിലേക്ക് ബോഡി പോവുകയും വളരെ കൂടുതൽ ടോക്സിഫൈഡ് ഫ്ലൂയിഡ് ഈസ് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ ഈച്ച് ആൻഡ് എവറി സെൽസ്.